വീണ്ടും വാർത്തകളിലേക്ക്. ജനരക്ഷാ മണപ്പുറം സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പ്രകാരം കയ്പമംഗലം പഞ്ചായത്തിലെ ഗുണഭോക്താക്കൾക്കുള്ള ധനസഹായങ്ങൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അനിത ബാബു വിതരണോദ്ഘാടനം നിർവഹിച്ചു. PB താജുദ്ദീൻ അധ്യക്ഷനായി. മണപ്പുറം ഹോണററി ഡയറക്ടർ ഗോവിന്ദൻ മാസ്റ്റർ, സൂരജ് നന്ദൻ, സുരേഷ് കൊച്ചുവീട്ടിൽ, ജാൻസി റാഫേൽ, പ്രീതി ഉണ്ണിക്കുട്ടൻ, MC രാജൻ, LC വിൻസെന്റ്, AJ സാൻജോ, MG ചന്ദ്രൻ തുടങ്ങിയവരും സംസാരിച്ചു. ആ ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കാൻ മണപ്പുറം തയ്യാറായി മുന്നോട്ട് വന്നപ്പോൾ ഇന്ന് മണപ്പുറത്തിനെ പ്രകീർത്തിക്കുന്ന പല ആളുകളും അതിനെ എതിർക്കുകയും സംശയം പ്രകടിപ്പിക്കുകയും ചെയ്ത ആളുകളാണ്. എന്തായാലും അവരൊക്കെ ഇന്ന് മണപ്പുറത്തിനെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നു എന്നതിന് വളരെ സന്തോഷമുണ്ട്. എന്തായാലും അതിന് മുമ്പിലിരിക്കുന്ന സാധാരണക്കാരായ ഗ്രാമവാസികൾക്ക് അവരുടെ ജാതിയോ മതമോ വർഗമോ ദേശമോ കാലമോ നിറമോ നോക്കാതെ മണപ്പുറം അകമഴിഞ്ഞ് സഹായിക്കുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. ഇത് ഒരു പ്രസംഗത്തിൻ്റെ വേദിയല്ല എന്നിരിക്കണം. ഇവിടെ സാധാരണക്കാരായ ആളുകൾ ആശുപത്രിയിൽ കിടന്ന് വളരെ വിഷമിച്ച് വന്നതിന് ശേഷം ഒരു സഹായം വാങ്ങിക്കാൻ വേണ്ടി വന്നിരിക്കുന്നവരാണ്. അവരെ ഇരുത്തിക്കൊണ്ട് നീണ്ട ഒരു പ്രസംഗം ചെയ്യുന്നത് ഉചിതമല്ല എന്നതുകൊണ്ട് മണപ്പുറത്തിൻ്റെ ഈ സത്യദിമത്തെ ഇനിയും അവർക്ക് വളരെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് മാത്രം. കയ്പമംഗലം വിവേകാനന്ദ ഗ്രാമസേവാ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പും തിമിര ശസ്ത്രക്രിയാ ക്യാമ്പും സംഘടിപ്പിച്ചു. കയ്പമംഗലം പ്രിയദർശിനി കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തിയ ക്യാമ്പിന്റെ ഉദ്ഘാടനം 6ാം വാർഡംഗം MC രാജൻ നിർവഹിച്ചു. ആദ്യമായി സംഘടിപ്പിച്ചിരിക്കുന്ന ക്ലബിലെ അംഗങ്ങൾക്ക് ആദ്യമായി ഞാൻ നന്ദി രേഖപ്പെടുത്തുകയുള്ളൂ. ഇവിടെ 19ാം വാർഡ് മെമ്പർ ദിലീപ് മുഖ്യ അതിഥിയായി, മറ്റു അഹല്യയുടെ ശ്രീകാന്ത്, ദിലീപ് സെക്രട്ടറി, അനീഷ് ബാബു പ്രസിഡന്റ്, എല്ലാവരും ഇതിന് കൈകോർത്ത് നല്ല പ്രവർത്തനം കാഴ്ചവെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഉദ്ഘാടനം കർമ്മം ഞാനിവിടെ നിർവഹിക്കുന്നു. വാർഡംഗം KG ദിലീപ് മുഖ്യ അതിഥിയായി. അനീഷ് മാടപ്പാട്ട്, രതീഷ് കളത്തിപ്പറമ്പിൽ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി. CPI നേതാവായിരുന്ന KA ആനന്ദന്റെ 1ാം ചരമവാർഷിക ദിനാചരണത്തോടനുബന്ധിച്ച് പുഷ്പാർച്ചനയും അനുസ്മരണവും സംഘടിപ്പിച്ചു. അദ്ദേഹത്തിന്റെ വസതിയിൽ നടന്ന ചടങ്ങിൽ ശശി കടവിൽ അധ്യക്ഷനായി. ജില്ലാ കമ്മിറ്റി സെക്രട്ടറി TR രമേഷ് കുമാർ, ഗീതാ ഗോപി MLA, സുഭാഷ് ചന്ദ്രൻ മാസ്റ്റർ, VV പ്രദീപ്, പ്രൊഫസർ അരുണൻ മാസ്റ്റർ, M സ്വർണലത, പ്രാൺകുമാർ, ജഗന്നിവാസൻ ഇയാനി, CR മുരളീധരൻ, ജോബി, VR മനോജ്, ഉസ്മാൻ എന്നിവരും സംസാരിച്ചു. ചരമവാർഷികത്തിന്റെ ഭാഗമായി തൃപ്പയാർ പോളി ജംഗ്ഷനിൽ ENR കൃഷ്ണൻ പതാക ഉയർത്തി. ഗീതാ ഗോപി MLA മുഖ്യ അതിഥിയായിരുന്നു. M സ്വർണലത ടീച്ചർ, ലോക്കൽ സെക്രട്ടറി VV പ്രദീപ്, CG ത്രിവിനാഥ്, PR മനോജ് എന്നിവരും അനുസ്മരണ പ്രഭാഷണം നടത്തി. കയ്പമംഗലം വഴിയമ്പലത്ത് ഫർണിച്ചർ സ്ഥാപനത്തിലെ മര ഉരുപ്പടികൾ കത്തിക്കാൻ ശ്രമം. വഴിയമ്പലം കിഴക്ക് ഭാഗം കാടുവെട്ടി ക്ഷേത്രത്തിനടുത്ത് പള്ളിത്തറ മണികണ്ഠന്റെ ഉടമസ്ഥതയിലുള്ള ശ്രീ അയ്യപ്പ ഫർണിച്ചറിലാണ് തീപിടുത്തമുണ്ടായത്. കടയുടെ മുൻഭാഗത്തെ ഏതാനും ചില മര ഉരുപ്പടികൾ കത്തിയിട്ടുണ്ട്. പുലർച്ചെ 3 മണിയോടെയാണ് സംഭവം. അമ്മ ശകുന്തള ചായക്കട തുറക്കാൻ ഉണർന്നപ്പോഴാണ് തീപിടുത്തം ശ്രദ്ധയിൽപ്പെട്ടത്. ഉടൻ തന്നെ വെള്ളമൊഴിച്ച് കെടുത്തിയതിനാൽ കൂടുതൽ നാശനഷ്ടമില്ല. മണ്ണെണ്ണയൊഴിച്ച് കത്തിക്കാൻ ശ്രമിച്ച നിലയിലാണ്. ഷട്ടറില്ലാത്ത കടയിലാണ് തീപിടുത്തമുണ്ടായിട്ടുള്ളത്. മതിലകം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. കയ്പമംഗലം ദേവമംഗലം ക്ഷേത്രോത്സവം ഫെബ്രുവരി 1 മുതൽ 7 വരെ തീയതികളിൽ വിവിധ പരിപാടികളോടെ ആഘോഷിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജനുവരി 31-ന് ദീപാരാധനയ്ക്ക് ശേഷം കൊടിയേറ്റ് നടത്തും. 1ാം ദിവസമായ ഫെബ്രുവരി 2-ന് ക്ഷേത്ര ചടങ്ങുകൾ ഉണ്ടാകും. 3ാം ദിവസമായ ഫെബ്രുവരി 2-ന് രാവിലെ 9:30-ന് സുബ്രഹ്മണ്യ സ്വാമിക്കും നവകലശാഭിഷേകങ്ങൾ നടക്കും. രാത്രി 8 മണിക്ക് സുരാജ് വഞ്ഞാറമൂടും ദിലീപ് സിത്താരയും അണിയിച്ചൊരുക്കുന്ന കാശിനാഥൻ നാടകം ഉണ്ടായിരിക്കും. 4ാം ദിവസമായ ഫെബ്രുവരി 3-ന് തൈപ്പൂയാഘോഷം നടക്കും. വൈകിട്ട് 7:30-ന് ചിന്തുപാട്ടും ഉണ്ടാകും. 5ാം ദിവസമായ ഫെബ്രുവരി 4-ന് രാത്രി 7:30-ന് കുട്ടികളുടെ കലാപരിപാടികൾ ഉണ്ടാകും. 6ാം ദിവസമായ ഫെബ്രുവരി 5-ന് കാവടി ആഘോഷം നടക്കും. രാവിലെ 8 മണിക്ക് ഞാറ്റുകെട്ടി രാഘവന്റെ വസതിയിൽ നിന്നും ആരംഭിച്ച അറവുശാല വഴി ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേരും. വടക്കേ വിഭാഗത്തിന്റെ കാവടി ആഘോഷം കാളമുറി പടിഞ്ഞാറ് ഭാഗം വലിയ പറമ്പിൽ സന്തോഷിന്റെ വസതിയിൽ നിന്നും പുറപ്പെട്ട് തൈവപ്പ് വഴി തറയിൽ വിഷ്ണുമായ ക്ഷേത്രത്തിലെ സ്വീകരണം ഏറ്റുവാങ്ങി മാടാനിക്കുളം വഴി ക്ഷേത്രത്തിൽ എത്തിച്ചേരും. തെക്കേ മേഖലയുടെ ഭസ്മക്കാവടി പുനത്തിൽ സുബ്രഹ്മണ്യൻ വസതിയിൽ നിന്നും പുറപ്പെട്ട് കോഴിപ്പറമ്പിൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും സ്വീകരണം ഏറ്റുവാങ്ങി ക്ഷേത്രത്തിൽ എത്തിച്ചേരും. ഉത്സവത്തിന്റെ 7ാം ദിവസമായ ഫെബ്രുവരി 6-ന് പള്ളിവേട്ട നടക്കും. പഞ്ചവാദ്യങ്ങളോട് കൂടിയ പള്ളിവേട്ട ക്ഷേത്രസന്നിധിയിൽ നടത്തപ്പെടും. 8ാം ദിവസമായ ഫെബ്രുവരി 7-ന് ഉത്രം ആറാട്ട് മഹോത്സവം നടക്കും. രാവിലെ കാഴ്ചശീവേലി,
8:30 ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെടുന്നു. ഉച്ചതിരിഞ്ഞ് 3 മണി മുതൽ 7 മണി വരെ പകൽപൂരവും ഉണ്ടാകും. വൈകിട്ട് 5 മണിക്ക് 7 ആനകൾ അണിനിരക്കുന്ന കൂട്ടിയെഴുന്നള്ളിപ്പും ഉണ്ടാകും. പെരുവനം സതീശന്മാരുടെ നേതൃത്വത്തിൽ 100-ൽ പരം കലാകാരന്മാർ അണിനിരക്കുന്ന മേളവും ഉണ്ടാകും. വൈകിട്ട് 7 മണിക്ക് ദീപാരാധന, ചുറ്റുവിളക്ക്, നിറമാല എന്നിവയും 7:15 കരിമരുന്ന് പ്രയോഗവും ഉണ്ടാകും. 7:30 അത്താഴപൂജ, രാത്രി 9 മണിക്ക് ആറാട്ടിന് പുറപ്പെടൽ എന്നിവയും ഉണ്ടാകും. ഉത്സവാഘോഷ കമ്മിറ്റി ഭാരവാഹികളായ പ്രദീപ് കുടിലിങ്ങൽ, ടി വി രവീന്ദ്രൻ, വടശ്ശേരി വിശ്വനാഥൻ, ടി കെ രവീന്ദ്രൻ തുടങ്ങിയവരാണ് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തത്. ഡൽഹി ജാമിയ മില്ലിയ ഇസ്ലാമിയ KR നാരായണൻ സെന്റർ ഫോർ ദളിത് ആൻഡ് മൈനോറിറ്റിയിൽ നിന്നും MA സോഷ്യൽ എഡ്യൂക്കേഷനിൽ സ്വർണ്ണ മെഡൽ നേടിയ കൂരിക്കുഴി സ്വദേശി CT തസ്നിയെയും സംസ്ഥാന വോളിബോൾ ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട KA ആസീബിനെയും ആദരിച്ചു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് 2-ാം വാർഡ് അയൽസഭയും കൂരിക്കുഴി സലഫി നിവാസികളുമാണ് പരിപാടി സംഘടിപ്പിച്ചത്. 2-ാം വാർഡിൽ നടന്ന ചടങ്ങിൽ വാർഡ് മെമ്പർ KA പുരുഷോത്തമൻ അധ്യക്ഷനായി. KK അഫ്സൽ, PA മുഹമ്മദ് തുടങ്ങിയവരും പങ്കെടുത്തു. എന്താണ് ഈ സേവാകേന്ദ്രം? നമുക്കൊരു കിട്ടുന്ന കാര്യമാണോ, ഉപകാരമുള്ളതാണോ? അതേപോലെ തന്നെ ഈ അയൽസഭകളൊക്കെ വന്നാൽ എന്താണുള്ള കാര്യം എന്നൊക്കെ അന്വേഷിക്കുന്ന ആളുണ്ടാവും. അപ്പൊ ഇപ്പോ സത്യത്തിൽ ഈ പഞ്ചായത്തി രാജ് ആക്ട് വന്നതിന് ശേഷം പ്രത്യേകിച്ച് നമുക്ക് ജനാധിപത്യ സംവിധാനത്തിൽ താഴെ തട്ടിൽ നിന്ന് തീരുമാനിച്ച് നമുക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ഗ്രാമസഭകളായി മാറിയപ്പോൾ നമുക്ക് ഒരുപാട് ആനുകൂല്യങ്ങളും കാര്യങ്ങളൊക്കെ ലഭിക്കാൻ കഴിഞ്ഞു എന്ന് സത്യമാണ്. പക്ഷെ ഇപ്പോഴും ഒരു വാർഡിന്റെ മൊത്തം യോഗം വിളിക്കുമ്പോൾ എത്ര ആളുകൾ ഇവിടെ പങ്കെടുക്കണം? അതായത് ഏറെക്കുറെ 1000-ന് മീതെ ആളുകൾ പങ്കെടുക്കണം. പക്ഷെ സ്വാഭാവികമായിട്ട് ഒരു ഗ്രാമസഭയിൽ ഇത്രയും അംഗങ്ങൾ പങ്കെടുക്കാറില്ല. ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തത്, ഇന്ന് ഏറ്റവും കൂടുതൽ പങ്കെടുക്കുന്നത് സ്ത്രീകളാണ്. ഇന്നും നമ്മൾ തലയെണ്ണിയാൽ സ്ത്രീകളെയാണ് നമുക്ക് കൂടുതൽ ഇവിടെ കണ്ടെത്താൻ കഴിയുന്നത്. കൂരിക്കുഴി സലഫി നിവാസികൾ സംഘടിപ്പിച്ച പരിപാടിയിൽ TK അബ്ദുറഹിമാൻ, PMS ആബിദീൻ, അബ്ദുൽ നസീബ് മദനി, PS മുഹമ്മദ്, KU അബ്ദു, KM ഹംസ, VS അബു സലാം എന്നിവരും പങ്കെടുത്തു. ഏതായാലും നമുക്ക് വളരെ അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്, നേട്ടമാണ് ഇവരിലൂടെ ഈ ഗ്രാമത്തിനുണ്ടായിട്ടുള്ളത്. പക്ഷേ ഇത്രയും ചുരുങ്ങിയ ഒരു ഏറ്റവും ചുരുങ്ങിയ എന്ന് അർത്ഥമാക്കേണ്ട ഒരു വലിയ ജനാവലിയുടെ മുൻപാകെ ഈ നാട്ടിലെ മൊത്തം ജനങ്ങളുടെ മുമ്പാകെ ആദരിക്കപ്പെടേണ്ടവരാണ് ഇവരെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഇത്തരത്തിൽ ചുരുങ്ങിയതിൽ വലിയ സന്തോഷമൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ മൊത്തമായിട്ട് ആദരിക്കേണ്ട ഒരു കാര്യമാണ് ഇവരുടെ പ്രയത്നത്തിലൂടെ ഉണ്ടായിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഉന്നത വിജയം നേടിയ തസ്നി പരിമിതമായ സാഹചര്യങ്ങളിൽ അവിടുന്ന് വളർന്ന് പഠിച്ച് ഇത്രയും ഉന്നത വിജയം നേടിയ ഈ തസ്നി തീർച്ചയായും ആദരിക്കപ്പെടേണ്ടതാണ്. അത് നമ്മുടെ അഭിമാനത്തിൻ്റെ ഭാഗമാണ്, ഈ നാടിൻ്റെ അഭിമാനമാണ്. അപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മൾ ഇന്ത്യൻ യൂണിയൻ്റെ പ്രസിഡൻ്റായിരുന്ന നമ്മുടെ ശാസ്ത്രജ്ഞൻ ലോകം മുഴുവൻ അറിയപ്പെടുന്ന APJ അബ്ദുൽ കലാം. മുസ്ലിം യൂത്ത് ലീഗ് കയ്പമംഗലം പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച ശബരിമല തീർത്ഥാടകർക്കുള്ള സ്നേഹത്തണലിൽ പ്രവാസി ലീഗ് സംസ്ഥാന പ്രസിഡന്റ് ജലീൽ വലയകത്ത് സന്ദർശനം നടത്തി. പ്രവാസി ലീഗ് ജില്ലാ പ്രസിഡന്റ് CK അഷ്റഫ് അലി, സംസ്ഥാന പ്രവർത്തക സമിതി അംഗം CP അക്ബർ ഹാജി, ജില്ലാ സെക്രട്ടറി പുത്തംകുളം സേതു ഹാജി, TK അലി, PM നൌഷാദ്, KA അബ്ദുള്ളക്കുട്ടി, PA മൊയ്തു, PA നയീം എന്നിവരും സന്നിധരായിരുന്നു. KK അഫ്സൽ അധ്യക്ഷനായി. PM സൈനുദ്ദീൻ സ്വാഗതവും ഷഫീഖ് നന്ദിയും പറഞ്ഞു. ഇന്ത്യയിൽ മുഴുവൻ മതസൗഹാർദ്ദത്തിൻ്റെ ഒരു പ്രതീകമായി അറിയപ്പെടുന്ന ബഹുമാന്യനായ സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങളുടെ നേതൃത്വം ഈ പഞ്ചായത്തിലെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകർ നടത്തുന്ന ഈ പരിപാടിക്ക് ഇവിടെ അഫ്സൽ പറയുകയുണ്ടായി, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാർ പോലും ഇതിനെ വളരെ നല്ല രീതിയിൽ അഭിനന്ദിച്ചുകൊണ്ടാണ് കടന്നുപോകുന്നത്. വീണ്ടും പ്രധാന വാർത്തകൾ. നാട്ടിക സെൻട്രൽ UP സ്കൂളിൽ ഹൃദയസ്പർശം കുടുംബസംഗമം നടത്തി. 3 പീടിക ബീച്ച് റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് INL പ്രവർത്തകർ ധർണ നടത്തി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മതിലകം ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വനിതാ കൺവെൻഷൻ നടത്തി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.